ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹെൽത്തി സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് ആണ്. നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഈ പാൻകേക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞങ്ങളിത് വൈകുന്നേരം കേട്ടോ സെർവ് ചെയ്തത്. അപ്പം രാവിലേക്ക് ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ ജാഗറി പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ആക്ച്വലി മെയിൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ സിനമൺ പൗഡർ പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണൽ മാത്രമാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. 1 കപ്പ് പാല്, 1 മുട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. എൻ്റെ വാനില എസൻസ് കുറച്ച് തിക്കാണ്, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെച്ചാൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഞാൻ ഇടാൻ കഷ്ടപ്പെടുന്നത് തൈര് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ വെണ്ണ മെൽറ്റ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് മൈക്രോവേവിൽ ഒരു 10 മിനിറ്റ് 10 സെക്കൻഡിന് 10 മിനിറ്റ് ഒന്നും വെക്കരുത്, 10 സെക്കൻഡ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഞാൻ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്, ഇരുമ്പിൻ്റെ. നമുക്ക് മെൽറ്റഡ് ബട്ടറിന് പകരം വേണമെച്ചാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലും പാനിലും നിങ്ങൾക്ക് വെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാവ് മിക്സ് ചെയ്ത ശേഷം നിങ്ങളൊരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൻകേക്ക് നല്ല തിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക, തന്നെ സ്പ്രെഡ് ആവും. കണ്ടോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്നതാണ്. ഒരു മാക്സിമം 1 മിനിറ്റ് മതിയാവും. ചൂടായ പാൻ ആയതുകൊണ്ട് 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡ് കുക്കാവാൻ അതിൻ്റെ പകുതി മിനിറ്റ് മതിയാവും, അതായത് 30 സെക്കൻഡ്സ് മതിയാവും. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് വാങ്ങുക, സെർവ് ചെയ്യുക. ബാക്കിയുള്ള ദോശകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൽ വേറൊരു ട്വിസ്റ്റും കൂടെ പറഞ്ഞുതരാം. നമുക്ക് അതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഹോൾ വീറ്റ് പാൻകേക്സ് ആക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, അങ്ങനെ ചിപ്സായിട്ടില്ലെങ്കിൽ പീസസ് ആയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും വരുന്നതാണ്, കടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ 2 സൈഡും തിരിച്ച് മറിച്ചോട്ട് കുക്ക് ചെയ്തെടുക്കുക, കഴിക്കുക. ബാക്കിയുള്ള മാവുകളെല്ലാം കുക്ക് ചെയ്തിട്ട് കഴിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പാണ് ഒറിജിനലി സെർവ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പ്രൈസ് അധികമാണ്, അതുകൊണ്ട് തേനായാലും കുഴപ്പമില്ല. കുറച്ച് വെണ്ണ മേലെ ഇട്ട് കൊടുക്കുക, അത് മെൽറ്റായിട്ട് വരും. സുഖമായി കഴിക്കുക. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ഫ്ലഫി ആയിട്ടുള്ള ഹെൽത്തി പാൻകേക്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.